back to my channel. This is a suggested video. Cookies. Oven illade ingane cookies undakkamnalla recipe aayittaanu vannikkannathu. Appo kayinja divasam ഞാൻ സൂപ്പർമാർക്കറ്റിൽ പോയപ്പോഴേക്കും പീനട്ട് ബട്ടർ വാങ്ങിച്ചിരുന്നു. അപ്പോൾ പീനട്ട് ബട്ടർ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ നമുക്ക് വേണ്ടത് മെൽറ്റഡ് ബട്ടർ ആണ്. ഇത് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ എടുത്തേക്കണത്. ഏകദേശം ഒരു 100 ml ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പൗഡേർഡ് ഷുഗർ. അപ്പോൾ വീട്ടിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് സാധാ ഷുഗറായിട്ട് എടുക്കാം കേട്ടോ. ബട്ടർ എടുത്തത് 100 ml ആയിരുന്നു. ഇത് 200 ml കപ്പാട്ടോ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ബീറ്ററിന് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബട്ടറും ഷുഗറും ഏകദേശം നല്ലോണം യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ പീനട്ട് ബട്ടറിൻ്റെ ക്രീമിയാണ് വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഇത് ചോക്കോ ഫ്ലേവറും കൂടി ഉള്ളതാണ്, ചോക്കോ പീനട്ട് ബട്ടർ ക്രീമി. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കിയേര്. അപ്പോൾ നമുക്ക് പീനട്ട് ബട്ടറും കൂടി നല്ലോണം ഇതായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ, ഇത് 1/4 ടീസ്പൂണിൻ്റെ ആണ്. അപ്പോൾ ഞാൻ അതിലും കുറച്ചും കൂടി കുറവായിട്ട് കൊടുത്തേക്കണത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി നല്ലോണം എല്ലാം യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് യോജിച്ച് കഴിയുമ്പോഴേക്കും ബാക്കി കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അതിന് മുന്നേ നമുക്കൊന്ന് പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു പാത്രം എടുത്ത് ഉള്ളിലൊരു തട്ടിട്ടിട്ട് ലോ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പ്ലെയിൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തേക്കണേണ്. അതിലേക്കാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കി വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്ത് കൈകൊണ്ട് ചെറിയൊരു ഉരുളയാക്കിയിട്ട് പരത്തി ഒരു ബിസ്ക്കറ്റ് റൗണ്ട് ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് പോലെ ആക്കാൻ പോവാണ്. ഒരുപാട് അങ്ങ് പരത്തി ഇങ്ങനെ തിന്നാക്കണ്ട, കുറച്ച് കട്ടി വേണേ. ഏകദേശം ഇതേപോലെ കട്ടി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബാക്കിയും കൂടി അതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവാണ്. പാത്രം നല്ല ചൂടായിരിക്കും, അപ്പോൾ ഇറക്കി വെക്കുമ്പോഴേക്കും കൈ പൊള്ളാതെ ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ചെറുതായിട്ട് പണി പാളിയോ എന്നൊരു സംശയമുണ്ട്. നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ചത് കൊണ്ട് എല്ലാം ഒട്ടിപ്പിടിച്ചു. ചിലവരുടെ റെഡിയാവും, ചിലവരുടെ റെഡിയാവില്ല. എൻ്റെ റെഡി ആയില്ല. അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഞാനപ്പോൾ ഒരെണ്ണം വെക്കണുള്ളൂ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇങ്ങനെ പതുക്കെ പൊങ്ങിയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് തണുക്കുമ്പോഴേക്കും അത് കട്ടി തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇത് ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. ചെറിയ ക്രാക്കൊക്കെ വീണിട്ടുണ്ട്.
അപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഇതേപോലെയാണ് ട്രൈ ചെയ്തത്. ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് ഇതേപോലെ ബിസ്ക്കറ്റ് നിരത്തി വെച്ച് അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ നടുക്കിരിക്കണതാണ് നമ്മൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്തത്. ബാക്കിയുള്ളത് മറ്റേ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ചെയ്തതും. പൊങ്ങി തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അടുക്കി പിടിച്ചു പോകും. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ബിസ്ക്കറ്റ് പൊടിയണ പോലെ തന്നെ പൊടിഞ്ഞു പോരുകയും ചെയ്തോളും. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ കുക്കീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ.